ഹായ് ഫ്രണ്ട്സ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയുമായാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അച്ചാറിടാൻ പോകുന്ന ഉണക്കിയ മാങ്ങയാണ്. അതിനായിട്ട് മാങ്ങ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കായപ്പൊടി, 1 സ്പൂൺ ഉലുവാപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ച് വെക്കണം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് വെക്കണം. ഇങ്ങനെ നന്നായിട്ട് പൊടികളെല്ലാം മാങ്ങയിലേക്ക് പിടിക്കണം. അതിനുശേഷം കടുക് പൊടിച്ചെടുക്കാം. കടുക് പൊടിച്ച് വേണം എടുക്കാൻ. അല്ലാതെ തന്നെ കടുക് ഇടുന്നുണ്ട്, എന്നാലും കുറച്ച് കടുക് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇനി ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കണം. നല്ല എണ്ണയാണ് അച്ചാറിടാൻ നല്ലത്. ഞങ്ങൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് അച്ചാറിടാൻ. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കണം. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു മൂപ്പിച്ചെടുക്കണം. അത് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന കടുക് ഇട്ട് കൊടുക്കാം. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്കും ചെയ്യാൻ മറക്കരുത് കേട്ടോ. എങ്കിലേ നല്ല നല്ല വീഡിയോകൾ ഇടുന്നത് നിങ്ങളുടെ ഫോണിലേക്ക് വരുള്ളൂ. നമ്മൾ പൊടികളൊക്കെ ചേർത്ത് വെച്ചേക്കുന്ന മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അച്ചാർ ആവണമെങ്കിൽ നല്ല പൊട്ടിയ വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഈ മാങ്ങയിലേക്ക് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ആവശ്യത്തിന് വേണോ എന്ന് നോക്കി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഉപ്പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ അതേപോലെ ഇട്ട് കൊടുക്കുക. ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോ ആയിട്ട് അടുത്തത് ഞാൻ വരുന്നതായിരിക്കും.